പാർക്കുകളിൽ ഇനി മുതൽ മദ്യം വിളമ്പാം. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിലാണ് IT പാർക്കുകളിൽ മദ്യശാലകൾ തുടങ്ങാനുള്ള അനുമതി നൽകിയത്. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇത് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗം തന്നെയാണ്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? IT പാർക്കുകളിൽ മദ്യശാലകൾ തുടങ്ങാനുള്ള തീരുമാനം നേരത്തെ സർക്കാർ നയപരമായി തന്നെ എടുത്തിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ മദ്യനയത്തിലാണ് അത് ഉൾപ്പെടുത്തിയത്. പക്ഷേ അതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചതില്ല. നിയമസഭാ സമിതിയിൽ ഈ വിഷയം വന്നപ്പോൾ പ്രതിപക്ഷ MLA-മാർ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇത് വൈകിയത്. ഇപ്പോൾ അതിൽ തീരുമാനം ഉണ്ടായിരിക്കുന്നു. വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. അതായത് മദ്യശാലകളിൽ ഒരു IT പാർക്കിൽ ഒരു മദ്യശാല എന്ന തരത്തിലാകും മദ്യശാലകൾക്ക് അനുമതി നൽകുക. അത് ടെക്നോ പാർക്കിൽ എത്ര കമ്പനികളുണ്ടെങ്കിലും അവിടെ ഒരു മദ്യശാലയ്ക്കുള്ള അനുമതിയാകും നൽകുക. ഈ ടെക്നോ പാർക്ക് കമ്പനികളിലെ IT പാർക്കുകളിലെ കമ്പനികളുടെ ഡെവലപ്പർമാർക്കാണ് ഈ മദ്യ ലൈസൻസ് നൽകുന്നത്. അവർക്ക് വേണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ ഈ മദ്യശാലകൾ നടത്തി പരിചയമുള്ള മറ്റ് ബാർ ഉടമകളടക്കമുള്ളവർക്ക് ഈ ലൈസൻസ് കൈമാറുകയും ചെയ്യാം. ആ രീതിയിലാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. 7 ലക്ഷം രൂപയാണ് ഈ ലൈസൻസ് ഫീസ്. വാർഷിക ഫീസ് 7 ലക്ഷം രൂപയാകും. മദ്യവും അതുപോലെ ബിയർ, വൈൻ എല്ലാം അവിടെ ഫോറിൻ ലിക്കർ ഉൾപ്പെടെയുള്ള വിളമ്പാനുള്ള അനുമതി ഉണ്ടാകും. ഈ പുറത്തുനിന്നുള്ള ആളുകൾക്ക് അവിടെ എത്തി മദ്യം കഴിക്കാൻ കഴിയില്ല. സംസ്ഥാനത്ത് നേരത്തെ ഈ വൻകിട IT കമ്പനികൾ വരുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അവരുടെ ജീവനക്കാർക്ക് ഒഴിവ് സമയങ്ങൾ, അതായത് ജോലി ശേഷമുള്ള സമയങ്ങളിൽ ഉല്ലാസത്തിനുള്ള വഴികൾ കുറവാണ് സംസ്ഥാനത്ത്. നിസാൻ പോലുള്ള വൻകിട കമ്പനികൾ സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഈ ഉല്ലാസത്തിന് കൂടി വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് സർക്കാർ അന്ന് തീരുമാനമെടുത്തത്. അതിന്റെ ഭാഗമായാണ് തുടർച്ചയായാണ് ഇപ്പോൾ ഈ ലൈസൻസ് അനുവദിക്കുന്നത്. മറ്റു മദ്യശാലകളിൽ എന്ന പോലെ ഡ്രൈ ഡേ ദിനങ്ങൾ ഇവിടെയും ഉണ്ടാകും. സംസ്ഥാനത്തെ മറ്റു പൊതു മദ്യശാലകളുള്ളതുപോലെ തന്നെ ഡ്രൈ ഡേ ഇവർക്കും ബാധകമായിരിക്കും. ഏതായാലും ഇനി എത്ര ലൈസൻസ് ആണ് നൽകാൻ പോകുന്നത്, ആരൊക്കെയാണ് അപേക്ഷിക്കുന്നത്, വരും ദിവസങ്ങളിൽ അറിയാനാകും. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.